ഈ ആരിഫിക്കയുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുമ്പോൾ എനിക്ക് മാത്രമേ ചിരി വരത്തുള്ളൂ, നിങ്ങൾക്ക് ചിരി വരുമോ? ഇദ്ദേഹം എന്തൊക്കെയാണ് ഈ പറഞ്ഞു കൂട്ടുന്നത്? ഇദ്ദേഹത്തിന് പരിശുദ്ധ ഇസ്ലാം എന്ന മതം വളരെയേറെ വെറുപ്പാണ്. എന്നിട്ട് ഇദ്ദേഹം മതമൊക്കെ ഉപേക്ഷിച്ച് എന്നിട്ട് പരിശുദ്ധ ഇസ്ലാമിലുള്ള സ്ത്രീകളുടെ കാര്യം ഓർത്തിട്ട് ഇദ്ദേഹത്തിന് വിഷമം. എന്തിനാ വിഷമിക്കുന്നത് നിങ്ങളൊന്ന് കേട്ടിട്ട് വാ. മുസ്ലിം പുരുഷന് മാത്രമേ നഷ്ടമുള്ളൂ, മുസ്ലിം സ്ത്രീക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല. അത് ഹൂറന്മാരില്ല, ഓക്കെ, ഹൂറികൾ മാത്രമേ ഉള്ളൂ. അത് മുസ്ലിം സ്ത്രീകൾക്ക് പോലും അറിയില്ല. ഞാൻ എൻ്റെ ഉമ്മാടെ അടുത്ത് നേരിട്ട് വെച്ചാണ്. എന്നോട് ഇങ്ങനെ എപ്പോഴും പറയും, നീ ഇങ്ങനെ നിസ്കരിക്കാതിരുന്നാൽ എങ്ങനെയാണ് ശരിയാവുക, നോമ്പ് എടുക്കാതിരുന്ന എങ്ങനെ ശരിയാവും, ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടാൽ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ നിസ്കരിക്കാം. ഞാൻ നിസ്കരിച്ചാൽ എനിക്ക് ഹൂറിയെങ്കിലും കിട്ടും. ഉമ്മ എന്തിനാ ഈ സാധനമൊക്കെ ചെയ്യുന്നത്? ഉമ്മക്ക് വല്ലതും കിട്ടും. ഇത് എവിടെ എഴുതി വെച്ചിട്ടുണ്ടോ? ഞങ്ങൾക്ക് എന്താ വേണ്ടത് പഠിച്ചോണ്ടറിയാം, ഹൂറന്മാരില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്കുള്ളതൊക്കെ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊരു സമം ആശ്വാസം ഇതാണ് കണ്ടെത്തുന്നത്. ഇതാണ് ഒരു മുസ്ലിം സ്ത്രീയുടെ ഗതികേട് എന്ന് പറയുന്നത്. അവർക്ക് ഒന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞാൽ പോലും എന്നാലും ഞങ്ങളെ കുറിച്ച് പഠിച്ചോണ്ട് അറിയില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ആശ്വാസം കണ്ടെത്തി ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഈ മതങ്ങൾ പൊതുവെ സ്ത്രീകളുടെ ശവക്കുഴിയാണെന്ന് നമ്മൾ പറയാറുണ്ട്, ഇസ്ലാം മതം പ്രത്യേകിച്ചും. സ്വർഗത്തിൽ പുരുഷന്മാർക്ക് ഹൂർലിങ്ങൾ അള്ളാഹു കൊടുക്കും, എന്നാൽ സ്ത്രീകൾക്ക് എന്താണ് അള്ളാഹു കൊടുക്കുന്നത്? ഹൂറന്മാരെ അള്ളാഹു കൊടുക്കുമോ? എന്നിട്ട് എന്തിനാണ് ഇവർ ഇത്രയൊക്കെ സഹിച്ച് ഇസ്ലാമിൽ നിലകൊള്ളുന്നത്? വേറെ പണിയൊന്നുമില്ലേ? പിന്നെ അവരുടെ ഓരോ പ്രതീക്ഷയാണ്. തൻ്റെ ഉമ്മയോട് പോലും ഈ വിഷയം പറഞ്ഞപ്പോൾ ഉമ്മയുടെ മറുപടി പോലും ഞങ്ങൾക്ക് വേണ്ടതെല്ലാം നാളെ സ്വർഗത്തിൽ അള്ളാഹു നൽകുമെന്നാണ്. എൻ്റെ ആരിഫിക്ക, നിങ്ങൾക്ക് ഈ വിഷയത്തിൽ അവഗാഹമില്ലെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ലെന്ന് നിങ്ങൾ അങ്ങ് പബ്ലിക്കായിട്ട് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരമാവുമോ? യഥാർത്ഥമായി ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ കാര്യത്തിൽ യഥാർത്ഥമായ ബോധമുണ്ട്, പ്രതീക്ഷയുണ്ട്. അത് കൊടുത്തത് റബ്ബാണ്. ഇതൊന്നും വെറുതെ പറയുന്നില്ല. ഈ പ്രതീക്ഷ എന്ന് പറഞ്ഞത് പടച്ച റബ്ബാണ് പറയുന്നത്. സൂറത്തു ഫുസ്സിലത്തിലെ 31-ാമത്തെ ആയത്ത് നിങ്ങളൊന്ന് നോക്ക്. വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ദഊൻ. നിങ്ങൾക്ക് വേണ്ടതെല്ലാം അവിടെയുണ്ട്, നിങ്ങൾ ആവശ്യപ്പെടുന്നതെല്ലാം നൽകും എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നാളെ അവിടെ ചെല്ലുമ്പോൾ ഹൂറന്മാരെ വേണോ വേണ്ടയോ എന്ന് ചോദിക്കേണ്ടതും ആഗ്രഹിക്കേണ്ടതും അവരാണ്. എന്തു ചോദിച്ചാലും അള്ളാഹു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് എന്താണ് പ്രശ്നം? പിന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ലൈംഗികമാകുന്ന സുഖങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഈ സ്വർഗീയ ലോകത്തേക്ക് എത്തുന്നത്. കേവലം ആ സ്വർഗീയ ലോകത്തേക്ക് എത്തുമ്പോൾ ഇതെല്ലാം അള്ളാഹു നൽകുമെന്നാണ് പറയുന്നത്. കാരണം അവൻ കാണുന്ന പല കാഴ്ചകളും അവന് 10 മടങ്ങ് സന്തോഷം നൽകുന്നതാണ്. അതുകൊണ്ട് ഇസ്ലാമിലെ സ്ത്രീകളെല്ലാം എപ്പോഴും ഹാപ്പിയാണ്. അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ നിങ്ങളുടെ പണിയായിട്ട് ഇതേപോലെ ഇസ്ലാമിനെ വിമർശിച്ചും ഇസ്ലാമിനെ പരിഹസിച്ചും നിങ്ങൾ ഈ വഴിക്ക് ഇങ്ങനെ പോക്കോ, ഞങ്ങൾ ഇതേ പുറകിലുണ്ട്. ഓക്കെ.